നമുക്കറിയാം, നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുത്താൽ അതിലൂടെ വരുമാനം നേടാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏൺ എന്നുള്ള ടാബ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 ക്രൈറ്റീരിയ കാണാം. അപ്പോൾ അത് ഹാഫ് മോണിറ്റൈസേഷൻ ആണ്, ഒന്ന് ഫുൾ മോണിറ്റൈസേഷൻ ആണ്. ഈ 2 കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ മിക്ക ക്രിയേറ്റേഴ്സിനുള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ ഓക്കെ, അതുപോലെ ഫുൾ മോണിറ്റൈസേഷൻ രണ്ടും 2 ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് 3000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക, രണ്ടാമത്തേത് 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം എന്നുള്ളത് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവിടെ ഹാഫ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ 3 മില്യൺ 3000 വാച്ച് ടൈം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട്.